റിങ്കി ഗ്യാപ്പ് കിട്ടുമ്പോഴേ ഈ നെല്ലിന്നേ വിളഞ്ഞ നെല്ലിക്ക് നോക്കി പറഞ്ഞ അരി നെല്ലിയാണ് ഉപ്പിട്ട കിടിലാണ് കഴിച്ചിട്ടുണ്ടാ നീ? ഇല്ല. നമുക്കേ അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇവിടെ ഇട്ട് അതിന്റെ ഒരു തൈയും കൂടെ ഇവിടെ വെക്കാം. ഇതുപോലെ പടർന്ന് നിൽക്കുമല്ലോ. ഓ ശരി ശരി. ഇങ്ങനെ ബാങ്ക് മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവിടെ വല്ല കിളക്കുന്ന പരിപാടി വല്ലതായിരിക്കും. ശരിയാണ്, ബാങ്കിന്റെ ചിറ്റാക ഒരുപാട് ചെത്തിപ്പറിക്കാനേ കൊണ്ടല്ലേ. അതല്ലായിരിക്കും. എന്തായാലും വന്ന കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയ ഞങ്ങൾ ചവച്ചോളണം. വീട്ടിലൊന്നും തിന്നാൻ തരാത്ത പോലെയാണ്. വാ അങ്ങോട്ട്. അല്ല, ബാങ്ക് മാനേജർ ഇതേപോലത്തെ പുറംപണിയൊക്കെ ചെയ്യൂ? വീട്ടിലെ പണികളല്ലേ, വീട്ടിനകത്തുള്ളല്ലേ. ഈ എക്സ്പീരിയൻസ് കണ്ടിട്ട് ബാങ്കില് എന്താ ജോലി എന്നുള്ള കാര്യം. അല്ല, നിങ്ങൾ എന്തിനു വന്ന ഇപ്പൊ? നമ്മൾ എന്തിനു വന്നെന്ന് നേരത്തെ വന്ന കാര്യം പറയാൻ തന്നെയാണ് വന്നത്. എന്തോന്ന് കാര്യം? നേരത്തെ വന്ന കാര്യം എന്തിനായിരുന്നു? സ്വർണം ഇപ്പൊ എടുത്തു തരാൻ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. അതിപ്പോ രാവിലെ വന്ന് നിങ്ങള് എന്തോന്നൊക്കെയോ പറഞ്ഞിട്ട് പോയില്ലേ? ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ വന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ ആ വീട്ടിലോട്ട് വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് നിങ്ങളൊരു ഡയലോഗ് അടിച്ചു. എന്തോന്ന് ഡയലോഗ്? തീർച്ചയായും ഉടനെ തന്നെ നിങ്ങൾ സ്വർണം എടുത്തു തരണമെന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞായിരുന്നാ? അല്ല, പറഞ്ഞു. അതിപ്പോ സാധാരണ രീതിയിൽ പറഞ്ഞതിനാണ് ഇപ്പൊ പ്രശ്നം. എന്തോന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ എടുത്തോണ്ട് തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളെ കയ്യിൽ ഇതൊക്കെ കെട്ടിപ്പറക്കി വെച്ചിരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നീ ഒന്ന് അടങ്ങ്, ഒന്ന് ക്ഷമിക്ക്. നമ്മൾ എടുത്ത് തരാം, സ്വർണ്ണത്തിൽ എടുത്ത് തന്നേക്കാം. തരാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞ് തർക്കമൊക്കെ ആക്കണ്ട. നിങ്ങളൊരു കൃത്യമായിട്ടൊരു ദിവസം പറയൂ, ഒരു ഡേറ്റ് പറയൂ. ആ ഡേറ്റിന്റെ അടുത്ത് തന്നാൽ മതി. പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ദിവസം പറയാൻ പറഞ്ഞാൽ പൈസയുടെ കാര്യമല്ലേ സാറേ? അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തിരിഞ്ഞു നോക്കി ഇരിക്കൂല്ലേ. ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ല, കിട്ടുമ്പോ എടുത്ത് തരാം. എടുത്ത് തരൂലെന്ന് പറഞ്ഞില്ലല്ലോ. എടുത്ത് തരൂന്ന് വെച്ചാൽ എടുത്ത് തരും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. ഡേറ്റ് എടുത്ത് തരൂല, തരും. ഡേറ്റ് പറയണം, സമയം വേണം. എന്ത് കഷ്ടം! നിങ്ങൾ ഏതെങ്കിലും ഉറപ്പിച്ച് പറയുന്നേ. നിങ്ങൾ എപ്പോ എടുത്തായിരുന്നു ആദ്യം ഡേറ്റ് പറ. ഒരുപാട് ഓർക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ സംസാരിച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് ചെവി കേൾക്കാം. എന്താണ് ഒരു സമാധാനവും തരത്തില്ല. വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും സ്വർണ്ണം എടുത്ത് തരുന്നു. ഒരു ഉപകാരം ചെയ്തതെന്നല്ലേ ഉള്ളൂ. ഇച്ചിരി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു, അപ്പൊ ഇച്ചിരി സ്വർണം തന്നു. അപ്പോഴേ പറഞ്ഞതാ എന്റെ അമ്മായി അമ്മ 4 പൗണ്ട് സ്വർണം തരാതെ അത് വാങ്ങിക്കാതെ ഈ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചു. അയ്യോ, മനുഷ്യൻ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. രണ്ട് പെമ്പിളരാണ് ഇവരെ. ഇങ്ങനെ എന്തും ഏതിനും ആളുകൾ വരുമ്പോ മുമ്പ് നിർത്തി സംസാരിപ്പിക്കരുത്. നിങ്ങൾ ഒരു മോളെ കുസ്തി പഠിപ്പിക്കുകയാണ്. അയലോക്കാരെ അടിക്കാനാണ്. അത് അടക്കം അതുമായിട്ട് പിള്ളേരെ വളർത്തണം. ഇങ്ങനെ അഴിച്ചൊന്നും വിട്ടിട്ടില്ല, മനസ്സിലായി? എല്ലാം തുറന്നടിച്ചു. ഇതേപോലുള്ള പെമ്പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബം തൊലയോ. അയ്യോ, അയൽവക്കത്തുള്ള കുടുംബം തൊലഞ്ഞു പോയേ. ചന്ദ്രൻ ചേട്ടാ, ഞങ്ങളുടെ മക്കളെ കാര്യം നോക്കിക്കോളാൻ നിങ്ങൾ അഭിപ്രായം പറയണ്ട. അല്ല, നിങ്ങളെ മക്കളെ കാര്യം നിങ്ങൾ നോക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് സൗകര്യം സ്വർണ്ണം എടുത്ത് തരും. വിളിക്കണ്. ഒന്നും പറയണ്ട, എടുത്തു തരും. സാറേ, ഒരു കാര്യം കൂടെ പറയാം. ഈ ചക്രമാണ് പൈസ എന്ന് പറയുന്നത്. അത് കറങ്ങി തിരിച്ചു വന്നോണ്ടിരിക്കും. ഇപ്പൊ അത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലില്ല. അത് നമ്മുടെ കയ്യിൽ വരും, അപ്പോഴും ഞങ്ങൾ എടുത്തു തരും. ഒരു പാലം ഇടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. അതറിയാല്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ. അപ്പൊ ഓക്കെ, പെട്ടെന്ന് എടുത്ത് തന്നാ മതി.